നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ജൂൺ മാസം 30-ാം തീയതി തിങ്കളാഴ്ച ദിവസം. ജൂൺ മാസത്തിൻ്റെ അവസാന ദിനമാണ് നാളെ. ഒരു ദിവസം മതി, ഒരു പ്രഭാതം മതി മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ശുഭകരമായ കാര്യങ്ങളും സംഭവിക്കും, എന്നാൽ പല വിധത്തിലുള്ള അശുഭകരമായ കാര്യങ്ങളും സംഭവിക്കും. ഇവിടെ 12 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മുതൽ അല്ലെങ്കിൽ നാളത്തെ ആ ഒരു ദിവസം തന്നെ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായ സമയമാണ്. ഒരു മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസവും മറ്റൊരു മാസത്തിലേക്ക് കടക്കുന്നതിന് മുന്നേയുള്ള ആ ഒരു സമയവും. ഈ ഒരു ഭാഗ്യം ജൂലൈ 5 വരെ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യും. വളരെയധികം ഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ സമയമാണ് 12 നക്ഷത്രക്കാർക്ക് നാളെ മുതൽ തുടങ്ങുന്നത്. അതിൻ്റെ ഏറ്റവും പ്രാധാന്യമെന്ന് പറയുമ്പോൾ സാമ്പത്തികമായുള്ള മാറ്റം തന്നെയാണ്. കർമ്മമേഖലയിൽ ഉയർച്ചയുണ്ടാകും. ശോഭനമായൊരു ഭാവി വന്നു ചേരുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സം നേരിട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ. വിദ്യാർത്ഥികൾക്ക് അവരാഗ്രഹിക്കുന്ന ഉദ്യോഗത്തെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പഠനത്തിലേക്ക് എത്താനായി സാധിക്കും. ഉദ്യോഗത്തിലേക്കും എത്താനായി അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു മുടക്കവും കൂടാതെ ചെയ്യാനുള്ള ഭാഗ്യം കൂടി വന്നു ചേരുന്നതാണ്. വളരെയധികം നേട്ടം, ഭാഗ്യം, ഐശ്വര്യം എന്നിവ നാളത്തെ ദിവസം മുതൽ തുടങ്ങുന്ന 12 നക്ഷത്രക്കാരുണ്ട്. കുടുംബക്ഷേത്ര ദർശനം വളരെയധികം അനിവാര്യമാണ്. അത് ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല, എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുമാണ്, നിങ്ങൾ ചെയ്യുന്നതുമാണ്. എങ്കിലും അത് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞു, ഇനി ചെയ്യില്ല എന്നല്ല. അതെപ്പോഴും ഓരോ മാസത്തിലും നിങ്ങളുടെ നക്ഷത്രം വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സമയങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിലും മാസത്തിൽ ഒരു തവണ മാത്രമേ പറ്റുന്നു എന്നാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആഴ്ചയിൽ പോകാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ. കുടുംബക്ഷേത്ര ദർശനം മാത്രം മതിയാവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാക്കിയെടുക്കുവാൻ. അപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. നാളെ വളരെ നല്ലൊരു സമയം തുടങ്ങുകയാണ് 12 നക്ഷത്രക്കാർക്ക്. ജീവിതത്തിലൊരു മാറ്റത്തിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം. നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും തിരികെ ലഭിക്കുന്നതാണ്. അത് സ്നേഹമായിട്ടാണെങ്കിലും ധനമായിട്ടാണെങ്കിലും. കുടുംബത്തിൽ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ചില ആളുകൾ മാറി താമസിക്കാനുള്ള തീരുമാനമെടുത്ത് മാറി താമസിക്കുന്നവർ വരെ ഉണ്ടാകും. അവരൊക്കെ രമ്യതയിലേക്ക് തിരിച്ച് ആ കുടുംബത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യവും സമയവും ഒക്കെ ആകുന്നു. അതായത് നാളെ മുതൽ ആരംഭിക്കുകയാണ്. അത്രത്തോളം നേട്ടമുള്ള, അത്രത്തോളം ഭാഗ്യമുള്ള ഒരു സമയമാണ് നാളെ ജൂൺ 30 തിങ്കളാഴ്ച. 12 നക്ഷത്രക്കാർക്ക് മാറ്റത്തിൻ്റെ സമയമാണ്. ആ ഭാഗ്യശാലികളായ 12 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് നാളെ ജൂൺ 30 തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്നത്. വാഹനം മാറ്റിവാങ്ങാനുള്ള തീരുമാനം അത് പ്രാവർത്തികമാവുന്നതാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരിക്കും. അത് ചിലപ്പോൾ വില കൂടിയ വാഹനമായിരിക്കും. ഒരുപാട് നാളുകൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ വാഹനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും. എങ്കിലും വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ്. സാമ്പത്തിക സ്ഥിതി മികച്ചതാകുന്ന ഒരു സമയമാണ്. ചില സഹായഹസ്തങ്ങൾ, സുഹൃത്തുക്കളിൽ നിന്ന് വരെ സഹായങ്ങളൊക്കെ വന്നു ചേരാനുള്ള സമയമാകുന്നുണ്ട്. അല്ലെങ്കിൽ നാളെ മുതൽ ആ സമയമാണ് തുടങ്ങുന്നത്. ആഗ്രഹിച്ച പല കാര്യങ്ങളും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം ഈ ജൂലൈ 5 തന്നെ, അതായത് വരുന്ന അടുത്ത മാസം ജൂലൈ 5 തന്നെ നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിൽ, ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കാനായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല സമയമാണ്. ഒരു മാറ്റത്തിൻ്റെ, നിങ്ങളുടെ ജീവിത നേർരേഖയിലേക്ക്, നിങ്ങളുടെ ജീവിതത്തെ ഒരു നേർഗതിയിലേക്ക് എത്തിക്കാൻ നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾക്ക് അനുമതി വന്നു ചേരും. ഓഫറുകളൊക്കെ കാത്തിരിക്കുന്ന ആളുകളുണ്ടാകും. അതിൻ്റെ ചിലപ്പോൾ ഒരു ലാസ്റ്റ് സമയമായിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും തീർപ്പാക്കി വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമല്ലോ. ആ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്ന ഒരു സമയം. വിദേശത്തെ ജോലിക്കുള്ള നിങ്ങൾക്ക് ആ ഓഫറുകളൊക്കെ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വിദേശ ജോലി എന്ന സ്വപ്നം കൂടി വന്നു ചേരും. ഇവിടെ ഹനുമത് പ്രീതി, ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉപകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ബിസിനസ്സിൽ വളരെ നേട്ടങ്ങൾ കൊയ്യാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാമ്പത്തിക മാറ്റം
നിങ്ങൾക്ക് പോലും നിങ്ങളുടെ ആ മാറ്റത്തെ അത്ഭുതത്തോടെ നോക്കിക്കാണാൻ സാധിക്കും. അത്രത്തോളം വലിയൊരു മാറ്റമുണ്ടാകും. ജൂലൈ 5-നുള്ളിൽ വളരെ വലിയ ഒരു സാമ്പത്തിക മാറ്റം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അത്രത്തോളം നല്ല ഒരു സമയം തന്നെയാണ്. അനുകൂലമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയും കയ്യിലേക്ക് ധനം വന്നു ചേരുന്ന സമയം തന്നെയാണ്. സാമ്പത്തികമായ ആ ഒരു മാറ്റമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുതിയൊരു ജോലി കൂടി ലഭിക്കാനുള്ള സാധ്യതയായിരിക്കും. വലിയ ജോലി, ശമ്പള വർധനവാണ്, അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം കൂടി ഈ ഒരു സമയം. എങ്ങനെയായാലും സമ്പത്ത് കയ്യിൽ ധാരാളമായി വന്നു ചേരും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി ആനന്ദത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് തുടങ്ങുന്നത്. ഉത്രം അവസാന 3/4 ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റത്തിൻ്റെ സമയമാണ് കന്നിക്കൂറുകാർക്ക് വരുന്നത്. സാമ്പത്തിക സ്ഥിതിയിലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്ക് വന്നു ചേരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധനമാർക്കും കടം കൊടുക്കാതിരിക്കാൻ ഈ ഒരു സമയം ശ്രദ്ധിക്കുക. എത്ര അടുത്ത ആളുകളാണെങ്കിലും ധനം കൊണ്ട്, അതായത് ധനം കൈമാറ്റം നിമിത്തം അല്പം ശത്രുതയിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യത മുൻനിർത്തി കൊണ്ട് പറയുകയാണ്. ധനം വിനിയോഗിക്കുന്ന കാര്യത്തിൽ, ധനം കൈമാറ്റം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ അത്യാവശ്യമാണ്. നിസ്സാരമായി കാണരുത്. പല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന കാര്യങ്ങളെ പൊടിതട്ടിയെടുത്ത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ അനിവാര്യമാണ്. മരുന്നുകൾ കൃത്യമായി കഴിക്കാനുള്ള ഒരു ശ്രദ്ധ. പല ടെൻഷനുകൾ മനസ്സിൽ കയറുമ്പോൾ കൃത്യത പാലിക്കുന്നില്ല മരുന്ന് കഴിക്കുന്നത്. അത് അങ്ങനെയല്ല വേണ്ടുന്നത്. ആഹാരം കഴിക്കുക കൃത്യമായി. അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലും കൃത്യത പാലിക്കേണ്ടതാണ്. ഒരു ജാഗ്രത, ശ്രദ്ധ എന്നിവ വേണ്ടുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനവും ധാരാളമായി നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. എങ്കിലും ക്ഷേത്ര ദർശനങ്ങൾ വളരെയധികം നേട്ടത്തെ ധാരാളമായി ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. കുടുംബക്ഷേത്രം അല്ലെങ്കിൽ കുടുംബ പരദേവതയുടെ അനുഗ്രഹം കൂടി ഏറ്റുവാങ്ങാൻ നിങ്ങളാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. വർഷത്തിലുള്ള വാർഷിക പൂജയ്ക്കൊക്കെ പങ്കെടുക്കുക. കലശമാടുന്നതൊക്കെ കാണുമ്പോൾ തന്നെ വളരെയധികം മാറ്റമുണ്ടാകും. ആഗ്രഹ സാഫല്യത്തിന് അത് തന്നെ ഏറ്റവും ഒരു കാരണമായി മാറുന്നതാണ്. അതുകൊണ്ട് കുടുംബക്ഷേത്ര ദർശനത്തെ ഒരിക്കലും മറക്കാതിരിക്കുക. കുടുംബ പരദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ചടി ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് ഗുണവും ദോഷവും അല്പം സമ്മിശ്രമായിട്ടുള്ളൊരു സമയമാണ്. എങ്കിലും ഗുണമായിരിക്കും അധികരിച്ചിട്ടുള്ളത്. സന്തോഷം ധാരാളം ഉണ്ടാകും. സമാധാനം ധാരാളം വന്നു ചേരുന്ന സമയമാണ്. എങ്കിലും എന്താണ് ദോഷമെന്ന് ചോദിച്ചാൽ അല്പം അധിക ചിലവുകൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ടുള്ള യാതൊരു ആശങ്കകളും മനസ്സിലേക്ക് കയറ്റി വയ്ക്കാതിരിക്കുക. ഓവർ ടെൻഷൻ, ഓവർ തിങ്കിങ് ഇതൊന്നും പാടില്ല. ആവശ്യമാണ്, ചിന്തിക്കണം. എല്ലാ കാര്യങ്ങളും ആവശ്യമാണെങ്കിൽ ഓവറായിട്ടുള്ള ഇതിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ചിന്തനയുടെ ഒന്നും ആവശ്യം കാണുന്നില്ല. വളരെ നല്ല ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മാറ്റമുണ്ടാകുന്ന സമയങ്ങളാണ്. കൂടാതെ സഹായത്തിന് ചില ആളുകളൊക്കെ എത്തിച്ചേരുന്ന സമയമാണ്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മുതിർന്ന ആളുകളിൽ നിന്നായിരിക്കും, സഹോദരങ്ങളിൽ നിന്നായിരിക്കും സഹകരണം, ഒരു സഹായം, ചില നിർദ്ദേശങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് വളരെ ഒരു മാറ്റം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. വളരെ നല്ല ഈശ്വരാധീനം കൂടിയുള്ള സമയമാണ്. എങ്കിലും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ വീണ്ടും ക്ഷേത്ര ദർശനങ്ങൾ പഴയപടി തന്നെ നടത്തി മുന്നോട്ട് പോവുക. വളരെയധികം നേട്ടം നിങ്ങളുടെ കുടുംബത്തിലേക്കും വന്നു ചേരുന്നതാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും സാമ്പത്തിക പ്രതിസന്ധികൾ മാറുന്ന സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ അത്യാവശ്യമായ സമയമാണ്. നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഇതുവരെ പാടായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. സാധാരണ എല്ലാവരും നിസ്സാരമായി ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഡിഫിക്കൽട്ടായി മാറിയിട്ടുണ്ട്. അതിൽ പൂർണ്ണത കണ്ടെത്താനും സാധിച്ചിട്ടില്ല. പക്ഷേ ഇനി അങ്ങനെയല്ല. ഏത് കാര്യത്തെയും വളരെ വിജയപഥത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മറ്റ് മുന്നേ ഉള്ള സമയങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചാൽ എനിക്കത് എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ അത് വലിയ ബാലികേറാ മലയായി തോന്നിയിരുന്ന പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇനി നിങ്ങളുടെ മുന്നിൽ നിസ്സാരമായി മാറുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതിൽ വിജയത്തിലെത്താൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലാകുന്ന സമയമാണ്. നഷ്ടപ്പെട്ടുപോയ സന്തോഷം, സമാധാനം, കുടുംബ ഐക്യം എന്നിവ കൂടി തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. മനസ്സിൽ ആശങ്കകളോ ആകുലതകളോ ഒന്നും വേണ്ട. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക. വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക്.